മണപ്പുറത്ത് ശിവരാത്രി വിശേഷങ്ങൾ കേട്ടാലോ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതുപോലെ ഇരുന്ന അമ്പലമുറ്റമായിരുന്നു. പിന്നീട് ഞാൻ ചെല്ലുമ്പം ഇതുപോലെ ക്രൗഡായിരുന്നു. ഒരുപാട് നാളിങ്ങനെ കേട്ടിട്ടുണ്ട് ആലുവ മണപ്പുറത്ത് നമുക്ക് എന്തും കിട്ടും, അതുപോലെ തന്നെ തിരക്കുമായിരിക്കുന്നു. പക്ഷെ ഇന്നവരെ എക്സ്പ്ലോർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഈ വർഷം പക്ഷേ അത് സാധിച്ചു. ഞാൻ ആലുവ മണപ്പുറത്ത് വന്നു. എൻ്റെ കൂട്ടുകാരടുത്തായിട്ടോ വന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട്. ഒരു ടൈം പോലും നിങ്ങളിത് വന്ന് കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് വന്ന് കാണണം കേട്ടോ. കണ്ടേ പറ്റൂ, അത്ര രസമാണ്. പിന്നെ ഇതുപോലെ പേടിക്കാനുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളും ഉണ്ട് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട്. ഇങ്ങനെ രണ്ടാൾക്കാർ അപ്പുറേ ഇപ്പുറേ നിന്ന് കണ്ണൊക്കെ ചിമ്മി നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഒരുപാട് വെറൈറ്റീസും സമയം സ്പെൻഡ് ചെയ്യാനുണ്ടല്ലോ. അടിപൊളി സ്പോട്ടായിരുന്നു കേട്ടോ ഇത്. ഞാൻ അത്രയധികം എൻജോയ് ചെയ്തു. നിങ്ങൾ ആരും ഒരിക്കലെങ്കിലും വരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാം കണ്ട് അവസാനം ആനയും കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, മണപ്പുറത്തെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ ഓരോ പാർട്ടായിട്ട് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.